ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കസൂത്തി വർക്കാണ്. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു സാരിയിലാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാർബിൾ പ്രിൻ്റ്, ഒരു സെൽഫ് ഡിസൈൻ ഇതിനകത്ത് കൂടി പോയിട്ടുള്ള ഒരു കോട്ടൺ സാരിയാണ്. സോ ആദ്യം ഞാൻ ഇതിനകത്തൊരു മിറർ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫോയിൽ മിറേഴ്സാണ്. ഇതിൻ്റെ ഈ ഒരു മാർബിൾ പ്രിൻ്റ് ഞാൻ പറഞ്ഞു, ആ ഒരു പ്രിൻ്റ് ഡിം ആവാത്ത രീതിയിൽ, അത് നന്നായിട്ട് ഹൈലൈറ്റ് വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ നമ്മുടെ വർക്ക് അതിനെ ഡിം ആക്കാത്ത രീതിയിൽ ഫുൾ ബോഡിയിൽ, എന്നാൽ ഈ ഒരു മിററിൻ്റെ ഒരു ഗ്ലൈസിങ് വരുന്ന രീതിയിൽ ഫുൾ സാരിയിൽ ഈ മിറർ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഈ മിററിന് ചുറ്റുമാണ് നമ്മളിനി കസൂത്തി വർക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കുക, എല്ലായിടത്തും ആ ഒരു മിറേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സാരിയുടെ പ്രിൻ്റ് അത് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും, എന്നാൽ മിറേഴ്സിൻ്റെ ആ ഒരു ഗ്ലൈസിങ് കൂടി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും ഇതിൻ്റെ വർക്ക്. സോ ഇതാണ് വീഡിയോ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സോ ഞാനിത് ഒരു ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനതിൻ്റെ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡിൽ ഞാൻ മെയിനായിട്ട് ഫിക്സ് ചെയ്യുന്നതിൻ്റെ കാര്യം വീഡിയോയിൽ ഷെയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്തതിൻ്റെ ചുറ്റിനും ഞാൻ ഇതേമാതിരി കസൂത്തി വർക്കിൻ്റെ മോട്ടീഫ് വരച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 186 നമ്പറുള്ള ആങ്കറിൻ്റെ ത്രെഡാണ്. ഈ സാരിയിൽ ആ പ്രിൻറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ 6 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. 6 സ്ട്രാൻഡ് ഓഫ് ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കിനി കസൂത്തി വർക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ മിറർ ഫിക്സ് ചെയ്യാൻ പോവാണ്. നമ്മളത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാൽ കൂടി മിററിന് ചുറ്റും നമ്മൾ ഒന്ന് വർക്ക് ചെയ്തത് ക്ലോത്തിനോട് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. സോ നോക്കുക, ഇങ്ങനെയാണ് ഞാൻ മിറർ വർക്ക് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോസിലും മിറർ വർക്ക് കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ അത്ര എന്താ പറയുക, ഇതായിട്ടൊന്നും കാണിക്കുന്നില്ല. കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ചുറ്റും ഇതേമാതിരി ഒന്ന് ഓടിച്ച് പോവുകയാണ് കേട്ടോ മിറർ ചെയ്യുന്നത്. ബാക്കിലേക്ക് ഫ്രണ്ടിലോട്ട് കുത്തിയിറക്കി ബാക്കിൽ നിന്ന് കുത്തി പൊക്കിയെടുക്കും. അങ്ങനെ അതിന് ചുറ്റും കൂടി ഒന്ന് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഞാനിവിടെ നോക്കുക, ഇതേപോലെ മിററിന് ചുറ്റും നമ്മളൊന്ന് ചെയ്യുക. ചെറിയ ഡിസൈൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒറിജിനൽ മിറർ എടുക്കാതിരുന്നത്. അത് കുറച്ചും കൂടി ക്ലോത്തിനോട് ചേർന്നിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. മിറർ ആകുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുമ്പോൾ, ചെറിയ മിറർ പൊങ്ങി നിന്ന് ഇതിന് ചുറ്റും ചെയ്തപ്പോൾ എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ ഇതാണ് കുറച്ചും കൂടി എനിക്ക് ക്ലോത്തിനോട് അറ്റാച്ച് ആയിട്ടിരിക്കുന്ന, കുറച്ചും കൂടി അതിൻ്റെ ചേർന്ന് പോകുന്നതായിട്ട് തോന്നിയത്. സോ ഇങ്ങനെ നോക്കുക. ഇനി അടുത്തത് ഞാൻ എടുക്കുന്നത് 188 ആയിട്ടുള്ള ആങ്കറിൻ്റെ ത്രെഡാണ്. നെക്സ്റ്റ് 2 നമ്പർ അപ്പുറമായിട്ടുള്ളത് കുറച്ചൊന്ന് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്. ഇതിപ്പോൾ നമ്മുടെ ക്ലോത്തിൽ നോക്കുക, ഈ ഒരു കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ആദ്യം എടുത്ത 186 ആയിരുന്നു, ഇനി 188 വെച്ചിട്ടാണ് നമ്മൾ കസൂത്തി വർക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഒരു സാരിയിലുള്ളതിൻ്റെ ഒരു ഇച്ചിരി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരിയുടെ ആ ഒരു കളേഴ്സിനെ നമ്മൾ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതിൻ്റെ ആ ഒരു പ്രിൻ്റൊക്കെ അതേപോലെ കാണണം എന്നുള്ള വിചാരിച്ചുകൊണ്ടാണ്, പ്ലെയിൻ സാരി അല്ലാത്തത് കൊണ്ടാണ് നമുക്കിതിങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിനി കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ഈ ഒരു പ്രിൻ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രിൻ്റ്, കാരണം നോർമലി പ്ലെയിൻ സാരീസൊക്കെ കോമൺ ആയിട്ട് അവൈലബിൾ ആണിപ്പോൾ, പക്ഷേ ഇങ്ങനെ ഒരു പ്രിൻ്റഡ് ആയിട്ട് ഫുൾ ബോഡിയിലുള്ള ഒരു സാരി അത്ര അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഭംഗി കുറയ്ക്കാത്ത തരത്തിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ത്രെഡ് തന്നെ എടുത്തിരിക്കുന്നത്. ഇനി കസൂത്തി വർക്ക് നോക്കുക, നമ്മളിത് ബാക്ക് സ്റ്റിച്ച് ഒന്നും ചെയ്തല്ല ചെയ്യുക. ഇതേപോലെ നമ്മൾ മുകളിലോട്ട് പോകും. ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചസിനെ പറ്റിയെല്ലാം നമ്മൾ ഓൾറെഡി കസൂത്തി വർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളല്ലെങ്കിൽ കസൂത്തി വർക്കിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നോക്കുക, ഇതേപോലെ മുന്നോട്ട് പോവുക. ഞാൻ ആ ത്രെഡ് എടുത്തതിൽ ഒരു ചെറിയ കെട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് വലിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സോ ഇതേപോലെ അവിടെ ഒരു കെട്ട് വന്നു. ഓക്കെ, ഇതേപോലെ മുകളിലോട്ട് പോവുക. അപ്പോൾ ഓരോ ഗ്യാപ്പ് നമുക്ക് വരുന്നുണ്ട്. ഈ കസൂത്തി വർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരേപോലെ ഇരിക്കും, ഒരേമാതിരി തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ വരണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ളൊരു മോട്ടീഫാണ് കസൂത്തി വർക്കിൻ്റെ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത്. സോ ഇതേപോലെ നോക്കുക, ഇങ്ങനെ അത് ചെയ്തെടുക്കുക.
ഇതിപ്പോൾ ഒന്ന് മുകളിലോട്ട് പൊക്കി താഴോട്ട് എടുക്കുന്നതിന് പകരം ഒറ്റയടിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ദേ ഇങ്ങനെ കുത്തലും പൊക്കലും ഒന്നിച്ച് തന്നെ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അവിടെ കെട്ടായതുകൊണ്ടാണ് എനിക്ക് അത്ര ഈസി ആയിട്ട് പോരാഞ്ഞത്. പക്ഷേ അത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് വരുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല, സമയം കുറച്ച് എടുക്കും കേട്ടോ. സാധാരണ അയ്യോ ഈസി ആണല്ലോ എന്നല്ല, കുറച്ച് അതിൻ്റേതായ സ്റ്റൈലിൽ അതിൻ്റേതായ ആ ഒരു ഓർഡറിൽ ബാക്കിലും കറക്റ്റായിട്ടൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നാലും ബാക്കി ട്രഡീഷണൽ എംബ്രോയ്ഡറീസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഈസി ഉണ്ട് ഇതിന്. നോക്കുക, ഇത് നമ്മൾ തുടങ്ങിയെടുത്ത് കുത്തി ഇനി തിരിച്ചാണ് പോകുന്നത്. തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ഇനി കംപ്ലീറ്റഡ് ആ ഒരു കംപ്ലീറ്റ് ആകാത്ത ലൈനെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയി പോകും. അപ്പോൾ ബാക്കിൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സ്പേസസ് എല്ലാം ഇപ്പോൾ അത് കവർ ആവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരേപോലെ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാണ്. സാധാരണ നമ്മളിത് ചെയ്യുക ഒരു മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ആക്കിയിട്ടാണ്. പക്ഷേ ഇതൊരു ചെറിയൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യാണ്ട് ആ ഒരു ഡിസൈൻ അങ്ങ് വരയ്ക്കുകയായിരുന്നു. മിററിന് ചുറ്റും ഞാൻ അങ്ങോട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. വലിയ മോട്ടീവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കണേയും കാട്ടി നല്ലത് ഒരു മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഞാൻ ഫുൾ സാരിയിൽ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുക, വേറെ അടുത്തൊക്കെ ചെയ്തിരിക്കുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത്. നോക്കി ഇതേപോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിക്കാം. കെട്ടൊക്കെ വരുന്നത് കൊണ്ടാണ് നമുക്കതൊരു ഈക്വൽ അല്ലെങ്കിൽ തോന്നുക. ഇതിപ്പോൾ ഫ്രണ്ടാണ്, ഇതിൻ്റെ ബാക്ക് വശം ഇതാണ്. ആ മിറർ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. മിറർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നോക്കുക, ഇതിങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരേ അളവിലായിരിക്കും ത്രെഡ് പോയിട്ടുണ്ടാവുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിനകത്തൊരു വലിയ ഡിസൈൻ അതിൻ്റെ മുന്താണിയുടെ ഭാഗത്ത് ആ ഒരു ഫസ്റ്റ് ഇതിൻ്റെ അവിടെ ഞാനൊരു വലിയൊരു മോട്ടീഫും കൂടി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന രീതി കാണണം എന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ഞാൻ കാണിക്കുന്നതായിരിക്കും. അത് അതിൻ്റെയും ബാക്കെല്ലാം ഒരേപോലെ, ഫ്രണ്ടും ബാക്കും ഒരേമാതിരി തന്നെ ഇരിക്കും. ഫുൾ നോക്കുക, ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ഫുൾ സാരിയിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരു ഡ്രസ് ഫോമിൽ ഉടുത്തിട്ടുള്ളത് കാണിക്കാം. പക്ഷേ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആവുമെന്ന് അറിയില്ല. പക്ഷേ ഉടുത്ത് നമ്മളൊന്ന് ശരിക്കും വെയർ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ഫുൾ ബോഡിയിൽ അതുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി അതിൻ്റെ ആ ഡിസൈൻ നന്നായിട്ട് കാണുന്ന രീതിയിലാണ്. എന്നാൽ അതിനകത്ത് ആ ഡോട്ട് പോയിരിക്കുന്നത് ഒരു തിളക്കം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അത് കാണാനും ഒക്കെ ആയിട്ടാണെങ്കിലും. മുന്താണിയിൽ നമ്മളൊരു വൈറ്റ് ഇത് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് സെയിലിന് വേണ്ടിയിട്ടുള്ള സാരിയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. ഇതൊരു 3500-നാണ് ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കുക, മിറേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാരി. ഇതിൻ്റെ വർക്കെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. സാരി താല്പര്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.